ഓക്കെ, എഴുതിക്കോളൂ. എ ഹോളോ cylindrical box, a hollow cylindrical box of length 1 meter and area of cross section 25 centimeter square is placed in a 3-dimensional 3D എന്ന് എഴുതുകയാണ് 3D coordinate system as shown in the figure. The electric field in the region is given by vector E is equal to 50x into I cap. I cap എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. എന്നാലും ഇപ്പോൾ ചെയ്യാം, രണ്ടുപേരില്ലായിരുന്നല്ലോ. where E is in Newton per Coulomb and X is in meters. Find ഒന്നാമത്തേത് net flux through the cylinder. അടുത്തത് രണ്ടാമത്തേത് ചാർജ് enclosed by the cylinder. അതിൻ്റെ പടം ഞാൻ വരച്ചേക്കാം, നോക്കിക്കോളൂ. പടം ഒരു 3-dimensional കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഓക്കെ, അതിൽ ഇതുകൊണ്ട് ഇങ്ങനെയൊരു സിലിണ്ടർ തന്നിരിക്കുകയാണ്. അത് നമ്മുടെ ഈ എക്സ് ആക്സിസിലെ ഈ സിലിണ്ടറിൻ്റെ തന്നെ ഈ അറ്റം എന്ന് പറയുന്നത് 1 മീറ്റർ ദൂരത്തിലാണ് തന്നിരിക്കുന്നത്. ഇത്ര തന്നിട്ടുള്ളൂ. ഇതാണ് പടം. 2 മിനിറ്റ് തരാം ചിന്തിക്കാൻ, ചെയ്യാൻ. The cross section is 25 centimeters square, right? Yes.
കിട്ടുന്നില്ല, ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നോട് പറയാം കേട്ടോ, ഒത്തിരി സമയം കളയണ്ട, പറഞ്ഞുതരാം. ഓൺലൈൻ ഓൺലൈൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ കുഞ്ഞുങ്ങളെ. ഏഞ്ചലീനയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? No, sir. ലോവിസിന്, ഡേബ്രിയയ്ക്ക്? No, sir. ഡേബ്രിയ? So for electric, for Netflix, we take E into DS and a new integrator. No. ഏബലിന് ഐഡിയ ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇച്ചിരി പാടുള്ളതായതുകൊണ്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയോളൂ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഞാൻ ഈ പടം ഇച്ചിരി വലുതാക്കി വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരി വലുതാക്കി വരയ്ക്കുകയാണ്. വലുതാക്കി വരയ്ക്കുന്ന സമയത്ത് വേണ്ട, ഇതാണ് ആ സിലിണ്ടറിൻ്റെ ഒരു സൈഡ്, ഇതാണ് സിലിണ്ടറിൻ്റെ മറ്റേ സൈഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ സിലിണ്ടർ നമ്മുടെ അതായത് കോർഡിനേറ്റ്, അതായത് അതിൻ്റെ ഒറിജിനിൽ നിന്ന് 1 മീറ്റർ സൈഡിലാണ് അതിരിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് അവർ, അതായത് ദ ഹോളോ സിലിണ്ടറിക്കൽ ബോക്സ് ഓഫ് 1 മീറ്റർ ലെങ്ത്. അപ്പോൾ 1 മീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും എത്ര തന്നെ ആയിരിക്കും? ഇങ്ങേ അറ്റം വരെയുള്ള ഡിസ്റ്റൻസും 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്ടറിനെ ഐ ക്യാപ്പ് എന്നും,
എന്താണ് വൈ ആക്സിസിന്റെ പോകുന്നതിനെ നമ്മൾ ജെ ക്യാപ്പ് എന്നും ഇസഡ് ആക്സിസിൽ പോകുന്ന യൂണിറ്റ് വെക്ടറിനെ നമ്മൾ കെ ക്യാപ്പ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഇലക്ട്രിക് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എലോങ് എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. കാരണം എന്താ 50x ഇൻറ്റു ഐ ക്യാപ്പ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഗിവൺ ആദ്യം എടുത്ത് എഴുതുക. നോക്കിയോ, ഗിവൺ ആദ്യം എടുത്ത് എഴുതുക. ഗിവൺ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 50x ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫ്ലക്സ് എവിടെ, നമുക്ക് ഫ്ലക്സ് ആണ്, നെറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എവിടെയൊക്കെ ഫ്ലക്സ് കണ്ടുപിടിക്കാം നോക്കി. ഇവിടെ 3 സർഫസ് ഉണ്ട്. ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുമ്പം ഇവിടുത്തെ എസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി, എസിന്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടല്ലേ, ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡും അങ്ങോട്ടാണ്. ഇവിടെ തീറ്റ എന്താ 0 ആണ്. ആണോ? ആണ്. ഇവിടെ ഒരു ഫ്ലക്സ് കൺസിഡർ ചെയ്യണമല്ലോ. അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെ, അതിന്റെ ഡയറക്ഷൻ എസിന്റെ ഡയറക്ഷൻ മുകളിൽ. ഞാൻ എസ് ആയിട്ട് അങ്ങ് എടുക്കുക, ഡി എസ് ആയിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ജനറലി എസ് ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. എസിന്റെ ഡയറക്ഷൻ മുകളിലോട്ട്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ, ഇങ്ങോട്ട്, തീറ്റ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോസ് 90 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് കേർവ്ഡ് സർഫസ് ഏരിയയിൽ ഇവിടെ ഫ്ലക്സ് ഇല്ല. പിന്നീട് അടുത്തത് ഉണ്ട് ഇവിടെ, ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മൾ ഡെറിവേഷൻ പഠിപ്പിച്ചപ്പം, ഷീറ്റിന്റെ പഠിപ്പിച്ചപ്പം ഇങ്ങോട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് എലോങ് ദ പോസിറ്റീവ് വൈ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വേണ്ട ഇങ്ങോട്ട് തന്നെ ആയതുകൊണ്ട് ഇവിടത്തെ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഈ ഫേസിലും മാത്രമേ ഇവിടെ ഫ്ലക്സ് ഉള്ളൂ. ഈ ഫേസിലും അതേപോലെ തന്നെ ഈ ഫേസിലും മാത്രമേ ഇവിടെ ഫ്ലക്സ് ഉള്ളൂ. അപ്പോൾ ആ 2 ഫേസിലെ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് നെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫൈ ലെഫ്റ്റ് എന്ന് വിളിക്കാം, ഇതിനെ വേണമെങ്കിൽ ഫൈ റൈറ്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ ഫൈ ലെഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. ഏരിയ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞ സർഫസ് എസിന്റെ ഇത് തന്നിരിക്കുന്നത് എസ് ഈസിക്കൽ എത്രയാ, എസ് ഈസിക്കൽ 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 25 × 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, ES കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എന്ന് പറയുന്നത് ഇനി ഇയുടെ കാര്യം നോക്കിയോ, ഇയുടെ കാര്യം നോക്കിയോ. എക്സ് ഇവിടെ എക്സ് കോർഡിനേറ്റ് എത്ര കുഞ്ഞുങ്ങളെ, ഇതുണ്ട്. ഈ സർഫസ് ഇരിക്കുന്ന എക്സ് കോർഡിനേറ്റ് 1 മീറ്റർ ദൂരത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിട്ട് എടുക്കണമെന്ന് അറിയാമോ? എക്സ് കോർഡിനേറ്റ് ഞാൻ അതും കൂടെ ഒന്ന് ഇവിടോട്ട് എഴുതുകയാണേ, അതും കൂടെ ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. അറ്റ് ലെഫ്റ്റ് ഫേസ് എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് നമുക്കറിയാം ഈ ഈസിക്കൽ എത്രയാ 50x × I ആണ്. പക്ഷെ ഇവിടെ x 1 ആണ്. കാരണം എന്താ, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസില എക്സ് കോർഡിനേറ്റ് ഇവിടെ 1 മീറ്ററിലാണ്. അപ്പോൾ എക്സിനവിടെ വാല്യൂ കൊടുക്കണം, അതുകൊണ്ടാണല്ലോ ഇത് തന്നത്. അപ്പം ഈ ഈസിക്കൽ എന്താവും 50 × 1 × എന്താണ് ഐ ക്യാപ്പ് എന്നാവും. ആണല്ലോ. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് എന്തെടുത്താൽ മതി, 50 എന്ന് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ, 50 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനിയും നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എന്താണ് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഫൈ ഈസിക്കൽ എന്താണ്, ES കോസ് തീറ്റയാണ്. ES കോസ് തീറ്റ അല്ലേ. അപ്പോൾ ES കോസ് തീറ്റ എന്ന് പറയുമ്പം ഫൈ ഈസിക്കൽ ടു ഇയുടെ വാല്യൂ 50 ആണ്. മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം 50 ഇൻറ്റു എന്താണ് എസിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ് 25 × 10⁻⁴ ആണ്. ഇൻറ്റു കോസ് 180 ആണെന്നാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പം നമുക്കിവിടെ എഴുതാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് 25 × 5 125 1250 10⁻⁴ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പവർ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 25 × 5 എന്ന് പറയുന്നത് എത്രയാണ് 125 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ടു. ഇൻറ്റു 10⁻⁴ ഇൻറ്റു കോസ് 180 എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1250 ഡിവൈഡഡ് ബൈ 10⁻⁴ എന്നാക്കാം. കാരണം മൈനസ് ആണ് താഴെ വരുമ്പോൾ ഇതാകും. ഇൻറ്റു -1 എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യുമ്പം 10⁻⁴ 0 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇവനെ, അതായത് 0.25 എന്ന് എടുക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ്. ഓക്കെ, 0.125 എന്ന് എടുക്കാമല്ലോ.
0.125 എന്നെടുത്താൽ 10⁴ എന്നെടുത്താൽ ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റാണ് 0.125 എന്ന് എടുക്കാം. ഇൻറ്റു -1 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് -0.125. യൂണിറ്റ് എന്താ ഫ്ലക്സിൻ്റെത് ഓർത്ത് വെച്ചോണം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ്റ്റ് -1 ആണ്. അപ്പം ഈ സൈഡിലെ ഫ്ലക്സ് കിട്ടി, ഈ പച്ച റീജിയനിലെ ഫ്ലക്സ് കിട്ടി. ഇനി നമുക്ക് വയലറ്റ് റീജിയനിലെ ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പം അറ്റ് റൈറ്റ് ഫേസ് E = എത്രയാണ് 50 ഇൻറ്റു നോക്കിയേ റൈറ്റ് ഫേസ് നോക്കിയേ, ലെഫ്റ്റ് ഫേസ് ഇവിടുന്ന് 1 മീറ്റർ ദൂരത്തിലായിരിക്കുന്നെങ്കിൽ റൈറ്റ് ഫേസ് ഇതിൻ്റെ ലെങ്ത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 മീറ്റർ, അപ്പം മൊത്തം ഇവിടുന്ന് റൈറ്റ് ഫേസ് വരെയുള്ള ദൂരം 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എക്സ് എന്തെന്ന് കൊടുക്കാം, ഇവിടെ 50x ഇൻറ്റു i ക്യാപ്പ് ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് 2 മീറ്റർ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ E = 50 ഇൻറ്റു 2 ഇൻറ്റു i ക്യാപ്പ് എന്ന് വരും. അപ്പം E = 100 i ക്യാപ്പ് എന്ന് വരും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയുണ്ട്, i ക്യാപ്പ് കളയാണ്. അപ്പോൾ E = 100. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഇവിടെയും ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഫൈ = ES cos θ ആണ്. നമുക്കറിയാം ഇവിടെ θ 0 ആണ്. അപ്പോൾ ഫൈ = 100 ഇൻറ്റു 25 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു cos 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, cos 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഫൈ = 25 അല്ലേ, 2500 എന്ന് കൊടുക്കാം അല്ലേ, 2500 ഇൻറ്റു 2500 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു cos 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് മാറ്റുന്ന സമയത്ത് ഇത് 10⁻4 താഴെ വരുമ്പോൾ 10⁻4 ആവും, അത് 10,000 ആവും. ഇപ്പോൾ 2500 ഡിവൈഡ് ബൈ 10,000 എന്ന് പറയുമ്പോൾ 0.25 ഇൻറ്റു അത്ര മതി, ഇൻറ്റു വേണ്ട, ഇൻറ്റു വല്ല ആയല്ലോ അല്ലേ. 0.25 എന്താണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ്റ്റ് -1. ഓക്കെ ആണല്ലോ. ഇനി നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ ലെഫ്റ്റ് പ്ലസ് ഫൈ റൈറ്റ് ആണ് ഇല്ലേ. അപ്പോൾ ഇവിടെ ഫൈ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയത്, -0.125 ആയിരുന്നു കിട്ടിയത്, പ്ലസ് എന്താണ് റൈറ്റ് എത്ര ആയിരുന്നു കിട്ടിയത്, 0.25 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 25 അല്ലേ, 25ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 2 പോസിറ്റീവ്. അപ്പോൾ ഇതിങ്ങനെ വരും 0.25, വലിയ നമ്പർ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.25ൽ നിന്ന് നമ്മളെന്താണ് 0.125 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എത്ര കിട്ടുന്നത്, 250ൽ നിന്ന് 125 മൈനസ് ചെയ്താൽ ബാക്കി വീണ്ടും 2.5 തന്നെയാണ് വരുന്നത് നെറ്റ് ഫ്ലക്സ്. ഓക്കെ ആണല്ലോ. അത്രയും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ്റ്റ് -1. ഇതാണ് നെറ്റ് ഫ്ലക്സിൻ്റെ ആൻസർ. ഇനിയും നമുക്ക് വേണ്ടത് ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലയോ. അപ്പോൾ ചാർജ് കണ്ടുപിടിക്കാൻ ഫ്ലക്സ് ഉണ്ടേ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈ = എന്താണ് 1/ε0 ഇൻറ്റു Q ആണ്. അവിടുന്ന് Q കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്താൽ മതി, Q = 5 ഇൻറ്റു ε0 എന്ന് ചെയ്താൽ മതി, ശരിയല്ലേ. അപ്പോൾ Q = 5 ഇൻറ്റു ε0 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയോ, Q = 5 മുകളിൽ കിടപ്പുണ്ട്, നെറ്റ് ഫ്ലക്സ് 0.125 ഇൻറ്റു ε0 8.854 ഇൻറ്റു 10⁻⁻12. അപ്പോൾ ഇത് ചെയ്യുമ്പം Qൻ്റെ ഫൈനൽ ആൻസർ 85 അല്ലേ, 85 850. ഫൈനൽ ആൻസർ 1.1 ഇൻറ്റു 10⁻⁻12 എന്നുള്ള അത്രയും കൂളുണ്ട്. ഒരു റഫ് കാൽക്കുലേഷൻ ആണ്, മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് റഫ്. ഇനി അങ്ങോട്ടേക്ക് കാണും, ഇങ്ങനെ കാണും. ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതായിരുന്നു പറഞ്ഞോ, കേട്ടില്ല. സ്ലൈഡ് മിനിമൈസ് ആക്കൂ. ഇത് എവിടെ എഴുതണ്ടേ, റൈറ്റ് ഫേസ് മുതൽ ഞാൻ ചെറുതാക്കിയാൽ മതിയോ, ഇങ്ങനെ ഇപ്പൊ കാണാവോ, എല്ലാം കാണാവോ ഇപ്പം.
പറഞ്ഞോ. സാർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇടയ്ക്ക് എന്റെ നെറ്റ് കട്ടായി പോയി. ഓ, എവിടെ മുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം? ലെഫ്റ്റ് ഫേസ് തൊട്ട്. റൈറ്റ് ഫേസോ? ലെഫ്റ്റ് ഫേസ്. അപ്പം ആ തുടക്കം മുതൽ വേണം അല്ലേ? അതെ സാർ. ഓക്കെ ചെയ്യാം. എല്ലാവരും ഒന്ന് ഇത് എഴുതിയെടുത്തിട്ട് ചെയ്യാം, ഒന്നുകൂടെ ചെയ്യാം. So, how do you get for the right face x equals 2? x = 2 എന്ന് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, അതായത് 2. ഇത് ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് 1 മീറ്റർ ദൂരത്തിലാണ് സി. ഇതിനെ ഇങ്ങനെ വരച്ചോണ്ടാ നോക്കിയോ, ഇത് എക്സ് ആക്സിസ്, ഇത് 1 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ, ഇത് കോർഡിനേറ്റ് കണ്ടോ, ഇത് 0 ഒറിജിനാണ് 0. അപ്പം ഇതിന്റെ ഇവിടെ ഒരു സിലിണ്ടർ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെയായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ 1 സെന്റിമീറ്റർ ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ 1 സെന്റിമീറ്റർ ഉണ്ട്. അപ്പം മൊത്തം നോക്കുമ്പോൾ ഫസ്റ്റ് ഫേസ് ഒറിജിനിൽ നിന്ന് 1 സെന്റിമീറ്റർ ദൂരത്തും സെക്കൻഡ് ഫേസ് ഒറിജിനിൽ നിന്ന് 2 സെന്റിമീറ്റർ ദൂരത്തും ആയിരിക്കുന്നത്. എഴുതിയെടുത്തോ അഭിരാം, ഇത് എഴുതിയെടുത്തോ, നമുക്ക് ചെയ്യാം. എഴുതിയോ? ഓക്കെ, നോക്കിക്കോളൂ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോളൂ. അല്ലെങ്കിൽ നിൽക്കേ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇങ്ങോട്ടൊന്ന് എഴുതിക്കോട്ടെ, അപ്പോൾ ബാക്കിയുള്ളവർ അതങ്ങ് ചെയ്തോ. എന്നിട്ട് ഞാനത് അഭിനവ് ഇവിടെ ഉണ്ടോ? അഭിനവ് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇതേണ്ട ഈ ക്വസ്റ്റ്യൻ കൂടി എഴുതിയെടുത്തോ, എന്നിട്ട് അവരത് നോക്കുന്ന സമയം കൊണ്ട് നമുക്കത് പറഞ്ഞുതരാം, ടൈം കളയണ്ടോ. Okay, two identical point charge Q each are kept 2 meter apart.
in air. A third point charge q of unknown magnitude and sign is placed on the line joining the charges such that the system remains in equilibrium. EQBM എന്ന് എഴുതുകയാണ് equilibrium. Find the position and nature of Q. ഇതാണ് ചോദ്യം. So, what do you mean by nature? Does it mean like positive or negative? Clear അല്ല. What do you mean Uh, by that? what do you mean by nature of Q? Does it mean positive or negative? Yes. Find the position and nature. Position Yeah, nature. at which distance it should be Which placed, distance, yeah. or അത് പൊസിഷൻ എന്ന് പറയുമ്പം അതിന്റെ ഡിസ്റ്റൻസ്, നേച്ചർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അത്രേ ഉള്ളൂ. Okay, sir. ഓക്കെ, ഇനിയും നമ്മുടെ അഭിരാമൻ നോക്കാം. നോക്കാം അഭിരാമേ. അഭിരാം, ഓക്കെ, നോക്കിക്കോളൂ. ഇവര് പറഞ്ഞിരിക്കുന്നത് ഒരു ഇങ്ങനൊരു പടം തന്നിരിക്കുകയാണ്. ആ സിലിണ്ടർ ഇരിക്കുന്ന പടം തന്നിരിക്കുകയാണ്. ആ സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കണം. അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നത് 50x i ക്യാപ്പ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പും വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പും ഇസഡ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പുമാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ നിന്ന് ഫൈനലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെന്നുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. സെറ്റാണോ അഭിരാം? ഓക്കെ ആണോ? കേട്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് നോക്കി. നമുക്കറിയാം, പറഞ്ഞു മോനെ. Based on the question you gave, so like are there in are there forces in equilibrium, or is the electric field in equilibrium? ആ സിസ്റ്റം റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റംസ് റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. So that means the forces are in equilibrium, right? അതെ, ഞാൻ പറഞ്ഞിട്ടേ, ഇപ്പം ഇവിടെ ഒരു പോസിറ്റീവ് ക്യൂ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇതിനിടയിൽ ഞാനൊരു പോസിറ്റീവ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എവിടോട്ടേലും മാറ്റുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇവിടോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ അട്രാക്ട് ചെയ്യും. പക്ഷേ ഏതോ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യത്തില്ല, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യത്തില്ല. മനസ്സിലായോ? അതേത് പൊസിഷൻ? അതാണ് ഇക്വിലിബ്രിയം.
ഓക്കെ ആണോ? Yes, sir. ഓക്കെ, ഇച്ചിരി ആലോചിച്ചോ. ഞാനത് എല്ലാം ചെയ്ത് തന്നാൽ ശരിയാവില്ല. അപ്പോൾ ഒന്ന് ഇച്ചിരി ആലോചിക്കുക, പറഞ്ഞുതരാം, ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അഭിരാം ശ്രദ്ധിച്ചോ ഇവിടെ. അപ്പം ഇവിടെ ഇവിടെ 3 സർഫസ് ഉണ്ട്. ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ സർഫസ് വേണം. ഇതൊരു സർഫസ്, പിന്നെ ഇതിൻ്റെ കേർഡ് സർഫസ്, ഇതിൻ്റെ ബോട്ടം സർഫസ്. ഈ സർഫസ് എടുക്കാം. ഈ സർഫസിനെ നമുക്ക് റൈറ്റ് സർഫസ് എന്നും ഇതിനെ ലെഫ്റ്റ് സർഫസ് എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സർഫസിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, തീറ്റ 0 ആണ്. അപ്പോൾ cos 0 1 ആണ്. അവിടെ ഫ്ലക്സ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സർഫസ് വരുമ്പോഴത്തേക്കും ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, ഏരിയ വെക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ തീറ്റ 180 ഡിഗ്രിയാണ്, cos 180 -1 ആണ്. നമ്മൾ ഈ റൈറ്റും ഈ ലെഫ്റ്റും ഫൈ എല്ലും ഫൈ ആറും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതി, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ എടുത്ത് എഴുതി. അതേപോലെ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരുന്നു, അതിനെ മീറ്റർ സ്ക്വയർ ആക്കി. എന്നിട്ട് ഇവിടെ നോക്കി, ഈ സൈഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കിയോ, ഈ സൈഡ് ഈ സൈഡിന് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്. കാരണം അത് എക്സ് ആക്സിസിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഇവിടുന്ന് 1 മീറ്റർ ദൂരത്തിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് ആ ഡയറക്ഷനിലോട്ട് പോകുന്നത്, എക്സിന് 1 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 50 × 1 × i ക്യാപ്പ് എന്ന് വരും. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഐ ക്യാപ്പ് കളഞ്ഞിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം, E = 50. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ES cos θ എടുത്തു. ഇവിടെ cos θ ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ cos θ 180 ആണെന്നറിയാം, -1 കൊടുത്തു. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് 50 ആണ്, ഏരിയ 25 ആണ്. 25 × 50 1250 × 10⁻⁻⁴ ചെയ്ത് ആ -4 താഴെ കൊണ്ടുവരുമ്പോൾ 1250 / 10,000 എന്ന് വരും. അത് 0.125 എന്നാവും, ഇൻറ്റു -1. അങ്ങനെ നമുക്ക് -0.125 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു -2 എന്ന് വരും. യു ഹാവ് ടു സ്റ്റഡി ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് തറോലി, ബിക്കോസ് ഇറ്റ് വിൽ ബി ആസ് ഇൻ ഇതിനകത്ത് MCQ-നകത്ത് ചോദിക്കും. ഉറപ്പായിട്ടും ആരും എഴുതാത്തൊരു ആൻസറാണ് വേണ്ടത്. അപ്പം ചിലപ്പോൾ 1 മാർക്കിനായിട്ടും ചോദിക്കും. അപ്പം അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത സർഫസ്, കാരണം ഇവിടെ ഫ്ലക്സ് ഇല്ല. കാരണം എന്താ, ഈ കേർഡ് സർഫസിൽ ഒരു DS എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്താ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. തീറ്റ എന്ന് പറയുന്നത് 90 ആണ്, cos 90 0 ആയതുകൊണ്ട് കേർഡ് സർഫസിൽ ഫ്ലക്സ് ഇല്ല. പിന്നീട് റൈറ്റ് സർഫസിലേ ഉള്ളൂ. അതിൻ്റെ എടുക്കാൻ വേണ്ടി ഈ റൈറ്റ് സർഫസ് നോക്കി, നമ്മുടെ സിലിണ്ടറിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒറിജിനിൽ നിന്ന് 1 മീറ്റർ ദൂരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഈ സിലിണ്ടറിൻ്റെ റൈറ്റ് സൈഡ് 2 മീറ്റർ ദൂരത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ് എന്തായിട്ട് എടുക്കുക, 2 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ E = 50 × 2 ഇടുന്നു, 50 × 2 100, 100 × i ക്യാപ്പ്, മാഗ്നിറ്റ്യൂഡ് മതിയെങ്കിൽ i ക്യാപ്പ് എടുക്കേണ്ട 100. അങ്ങനെയാണെങ്കിൽ ഫൈ = ES cos θ. അവിടെ നിന്ന് cos θ എന്ന് പറയുമ്പോൾ തീറ്റ 0 ആണ്, അവിടെ cos 0 1 ആണ്. ഇതെടുക്കുമ്പോൾ നമുക്ക് 0.25 കിട്ടും. ഇനിയും അവിടെ നിന്ന് എന്തെടുക്കുക, അവിടെ നിന്ന് നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈ ലെഫ്റ്റ് പ്ലസ് ഫൈ റൈറ്റ്. ഫൈ ലെഫ്റ്റിൻ്റെ -0.125 ആണ്, ഫൈ റൈറ്റിൻ്റെ 0.25 ആണ്. ഇത് രണ്ടും ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസും ആണ്. ഇതാണ് കൂടിയ വാല്യൂ. അപ്പോൾ കൂടിയ വാല്യൂ മൈനസ് കുറഞ്ഞ വാല്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് 0.125 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു -2 എന്ന് കിട്ടി. ഫ്ലക്സ് കണ്ടുപിടിക്കണം, ഇനി ചാർജ് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്, എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫൈ = 1/ε0 Q ആണ്. Q = 5 × ε0 എന്ന് എടുത്തു. ഫൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചത് ഈ ε0യുടെ വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ നെറ്റ് കിട്ടും. നെറ്റല്ല, അതിൻ്റെ ചാർജ് കിട്ടും, എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ്. ശരിക്കും ഈ ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് മൂലമാണ് അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചു പറയാമെങ്കിൽ പറയാൻ പറ്റുന്നത്. So I got the answer X as 1 meter. 1 second. അല്ല, 1 meter from where? Equilibrium distance, right? For equilibrium net force between both charges. From which charge the point charge is situated at what? അതിപ്പം നിങ്ങൾ കൺസിഡർ ചെയ്ത -Q ഉം +Q ആണല്ലോ, 2 ഐഡന്റിക്കൽ ചാർജാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. 1 മീറ്റർ. അപ്പം ശരിയാ, കറക്റ്റ് ആണ്, ഐഡന്റിക്കൽ ചാർജ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. യെസ്, റൈറ്റ്. Okay. ഓക്കെ, ഇത് കിട്ടിയോ? ലോസിന് വല്ലതും കിട്ടിയോ? ചെയ്യോ? ഓക്കെ, ഞാനിതങ്ങ് ബാക്കി ആർക്കൊക്കെ കിട്ടാറായെങ്കിൽ ഞാൻ സമയം തരാം, അതും കൂടെ ചെയ്തിട്ട് പറഞ്ഞു.
1 മീറ്റർ ആണ് ആൻസറേ. So you're also supposed to find the charge. ഓൾസോ Finding the charge. ആ ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. അവരവിടെ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. രണ്ട് ഐഡന്റിക്കൽ ചാർജ് എന്ന് പറയുമ്പോൾ ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2 മീറ്റർ ഇല്ലേ, 2 മീറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു അൺനോൺ ചാർജ് ഇതിനിടയ്ക്ക് എവിടെയോ കൊണ്ടുവച്ചു. പക്ഷെ ആ ചാർജ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിലിരിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ദൂരെയാണ് വെക്കേണ്ടത് ആ ചാർജിനെ? എനിക്ക് ആ ചാർജിനെ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ എല്ലാം വെക്കാം. അപ്പോൾ എവിടെ വെക്കുമ്പോഴാണ് അത് മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലെറ്റ് എന്താണ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം വൺ ചാർജ്, ദെയർഫോർ ദ അതർ ഡിസ്റ്റൻസ് വിൽ ബി എന്തായിരിക്കും? 2 മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? കാരണം മൊത്തം 2 മീറ്റർ ആണ്. ഇത്രയും ഞാൻ എക്സ് എടുത്തു എങ്കിൽ ഇവിടത്തെ എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2-ൽ നിന്ന് ആ എക്സ് മൈനസ് ചെയ്ത ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതായത് ഇവിടെ ആക്ട് ഇത് ഇതേ കൊടുക്കുന്ന ഫോഴ്സും ഇതേ കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആയിരിക്കും എന്നാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആണോ എടുക്കണ്ടേ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ആയിട്ടാ, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഇക്വിലിബ്രിയത്തിൽ വന്നേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് ക്യൂ ലെഫ്റ്റ് എന്നും ഇതിനെ നമുക്ക് ക്യൂ റൈറ്റ് എന്നും കൊടുക്കാം, കാരണം രണ്ട് ഈക്വൽ ചാർജ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഡ്യൂ ടു ചാർജ് അറ്റ് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഡ്യൂ ടു ചാർജ് അറ്റ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? കൂളംസ് ലോ വെച്ചിട്ട് എഫ് ഈസിക്കൽ എന്ന് കൊടുക്കാം 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ അവരുടെ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയത്തില്ല, അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പം നമുക്ക് എന്തെന്നെടുക്കാം? എക്സ് സ്ക്വയർ എന്നാക്കാം അല്ലേ? അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഡ്യൂ ടു ചാർജ് അറ്റ് റൈറ്റ് സൈഡ് അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് എന്താ? എഫ് ഈസിക്കൽ 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ എന്ത് തന്നെയാണ്? 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ആസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് എഴുതാം. എന്തെന്ന് എഴുതാം? രണ്ട് ഈക്വൽ ആണെന്ന് എഴുതാം. 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അവിടെ നിന്ന് ഈ രണ്ടിടത്തെ 1/4πε0 വെട്ടിപ്പോയി, രണ്ടിടത്തെ പ്ലസ് ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? ബാക്കി ഇവിടെ ഒരു 1/x² ഇവിടെ ഒരു 1/2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറും. രണ്ടിടത്തും ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ എന്താണ്? ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്. അങ്ങനെയാണെങ്കിൽ x² ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയാൽ പോരെ? അതായത് പ്ലസ് ഓർ മൈനസ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. സ്ക്വയർ നമുക്കറിയാം, സ്ക്വയർ റൂട്ടും സ്ക്വയറും വന്നപ്പം അത് രണ്ടും എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോകുമ്പം എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 മൈനസ് എക്സ് എന്ന് എടുക്കേണ്ടി വരും. ആണോ? എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ, കാരണം എന്താ? റൂട്ടിന് പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ടല്ലോ. കാരണം ഇവിടെ അങ്ങനെ എടുത്തിരിക്കണം, കാരണം ചാർജിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഇവിടെ ആ ഡിസ്റ്റൻസിന്റെ കാര്യം കൃത്യം സൈൻ ഇട്ട് തന്നെ നമ്മൾ എടുത്താൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അപ്പം നമ്മൾ എന്തെടുക്കുക? ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുക്കുക? 2 മൈനസ് എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ്, അതായത് പോസിറ്റീവ് 2 മൈനസ് എക്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? 2 മൈനസ് എക്സ്. എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ 2x ഈസ് ഈക്വൽ ടു 2.
അവിടുന്ന് എക്സ് ഈസ് ഇക്വൽ ടു 2/2, അവിടുന്ന് എക്സ് ഈസ് ഇക്വൽ ടു 1. ഓക്കെ അല്ലേ? So, ആ പറഞ്ഞ പോലെ I got the charge that is capital Q as minus Q